സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധനായവൻ ഒരു അശുദ്ധനെ തൊട്ടാൽ വിശുദ്ധൻ അശുദ്ധനാകും. അത് യഹൂദ നിയമമാണ്. എന്നാൽ പുതിയ നിയമം കർത്താവ് മാറ്റി എഴുതുകയാണ്. വിശുദ്ധനായ യേശുതമ്പുരാൻ അശുദ്ധൻ എന്ന് പറഞ്ഞ് ജനമൊക്കെയും മാറ്റി നിർത്തിയ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ തൊട്ടപ്പോൾ അശുദ്ധൻ വിശുദ്ധനായി മാറുന്ന അനുഭവം. പഴയ മനുഷ്യനിൽ നിന്നും പുതിയ മനുഷ്യനായി കുഷ്ഠരോഗിയായ മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. അവൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്നുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയുമെന്ന്. ആ മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല യേശുതമ്പുരാൻ അവനെ തൊടുമെന്ന്. അവന് ജന്മം നൽകിയ മാതാപിതാക്കൾ പോലും ഈ മനുഷ്യനെ ഒരുപക്ഷെ തൊട്ടിട്ടുണ്ടാവില്ല. കാരണം തൊടുന്നവൻ അശുദ്ധനാകും എന്ന നിയമം അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ സ്വപ്നങ്ങളിൽ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആരുടെയെങ്കിലും ഒരു സ്പർശനത്തിനു വേണ്ടി. എല്ലാ ആഗ്രഹങ്ങളും അസ്തമിക്കുമ്പോഴും നമ്മെ തലോടുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ ഈ മനുഷ്യനെ പോലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ചെന്നണയാം. അതിന് ഈ നോമ്പുകാലം നമുക്ക് ഏവർക്കും ഉതകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.